നമുക്കൊരു ദൈവത്തിൽ വിശ്വാസമുണ്ട്. നമ്മളൊക്കെ എല്ലാവരും ദൈവവിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും ഒരു ദൈവത്തെ അറിയാം. ഒരു ദൈവം ആകാശങ്ങളിൽ ഇരിക്കുന്ന ദൈവമുണ്ട്, തൂണിനും തുരുമ്പിലൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ എന്നാൽ ആകാശം മുകളിലോട്ട് നോക്കുക, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സ്വർഗ്ഗം അങ്ങനെയുള്ള ചില കൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്കറിയാവുന്ന ദൈവം ഉണ്ടല്ലോ, എനിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവത്തെ പറ്റി. പക്ഷേ ഈ ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദൈവം തന്നെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ ഈ അന്നത്തെ ഒരു ഭക്തനെന്ന നിലയ്ക്ക് നമ്മൾ കാണുവാണ് ദൈവത്തെ. ഈ പുസ്തകത്തിനാണ് നമ്മൾ ദൈവം അറിയുന്നത്. എന്താണ് അല്ലാതെ നേരിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല. ആദ്യം നമ്മൾ പഠിക്കുന്ന ഇവിടെ നിന്നാണ്, ഇതിനകത്ത് സ്വർഗ്ഗം പറയുന്നുണ്ട്, ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ഒരു പുസ്തകത്തിൽ നിന്ന്. അന്ന് ഇതേ പുസ്തകം തന്നെയാണ്, യാതൊരു മാറ്റമില്ല. അന്ന് പറയുന്ന ഇത് കഥ കേട്ടിട്ട് ഒരാൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗ്ഗം കാണുന്നു, മുകളിൽ ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലാതെ ആകാശം എന്ന് പറഞ്ഞാൽ ഒരു കട്ട സാധനമാണ്. ആകാശം അവിടെ സ്ഥിരമായിട്ടുണ്ട്, അത് ഇടിഞ്ഞു വീഴും, തലേ വീഴും, മരിക്കും, അങ്ങനെയൊക്കെ ഉള്ള ആകാശമാണ്. അതിപ്പോൾ ഈ പുസ്തകത്തിനകത്തൊക്കെ അങ്ങനെ ആകാശത്തെ പറ്റി പറയുന്നത്. പിന്നെ അതിനപ്പുറത്താണ് സ്വർഗ്ഗം. അപ്പോൾ അന്ന് ഇരിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ നോക്കുന്നവരെ ഏറ്റവും വലിയ ഇൻഫർമേഷൻ ഉള്ള പുസ്തകം ഇതാർന്നിട്ടുണ്ടാവും. അപ്പോൾ ആളെയും കണ്ടിട്ട് പറയുന്നു ആകാശം നക്ഷത്രമൊക്കെ അവിടെ നിന്ന് മിന്നുന്നു, സൂര്യനെ കാണുന്നു, പിന്നെ അതുപോലെ പരന്ന ഭൂമി. അപ്പോൾ ഈ ആകാശം എന്ന് പറഞ്ഞാൽ ഒരു ദൂരമുണ്ട്, നമുക്ക് കാണാമല്ലോ. അപ്പോൾ അത്രയും ദൂരത്തെ അപ്പുറമാണ് ഈ ദൈവവും സ്വർഗ്ഗമൊക്കെ വെച്ചേക്കുന്നത്. അതിൻ്റെ അപ്പുറമാണ് അത് നമുക്കിപ്പോൾ കാണാം, ആകാശം കാണാം. അപ്പോൾ ആകാശം നമുക്ക് ദൂരമുണ്ടല്ലോ, ഇത്രയും ദൂരത്തിനുള്ള ഈ ഒരു ആകാശം. അപ്പോൾ ആകാശത്തിൻ്റെ അപ്പുറത്താണ് സ്വർഗ്ഗവും ഈ ദൈവവും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. മേഘത്തിലൊക്കെ ഇങ്ങനെ താടി കൊടുത്തിരിക്കുന്നത് ദൈവമൊക്കെ ഉണ്ട്, പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ദൂരമുണ്ട് ഇതിന്. അന്നത്തെ ഒരു മനുഷ്യൻ കാണുന്നൊരു കാഴ്ച നമ്മളിപ്പോൾ ഞാൻ 1000 വർഷം പുറകെ ചെന്നിട്ട് നോക്കുക. അപ്പോൾ അവർ പറയുക ഈ ആകാശം ഇടിഞ്ഞു വീഴും, ആകാശം കീറി മുറിക്കും എന്നൊക്കെ പറഞ്ഞുള്ള അവസ്ഥ. അത് കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കത്തില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ അറിവും ഈ പറഞ്ഞ ശാസ്ത്രമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ശരിയല്ല, ആകാശം ഇങ്ങനെയല്ല, ആകാശം അങ്ങ് കിടക്കുകയാണ്, ഇതിനപ്പുറത്ത് വേറെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റുന്നത്. പക്ഷെ അന്നുള്ളവരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നാലും നിങ്ങൾ ആലോചിച്ച് ആ 1000 വർഷം മുന്നേ ജീവിച്ച ഒരാൾ ഇന്നിവിടെ ഈ സിറ്റുവേഷൻ വന്ന് നിന്നാൽ അയാൾ ഈ പുസ്തകം വായിച്ചിട്ട് മുകളിലോട്ടും താഴോട്ടൊക്കെ നോക്കിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം എൻ്റെ അപ്പൻ്റെ വല്യപ്പൻ എന്ന് പറയുന്ന ആൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇത്രയും ദൂരത്തുള്ളൊരു സാധനമാണ്. ശാസ്ത്രം പുരോഗമിച്ച് അങ്ങ് പ്ലോട്ടോട് അപ്പുറവും ഗാലക്സി മിൽക്കി വേയും അതിൻ്റെ അപ്പുറമൊക്കെ കാണിച്ച് കഴിയുമ്പോൾ പറയുക ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് ദൈവം. അപ്പോൾ അതിനങ്ങ് ദൂരം കൂടുക, മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് ദൈവം ഇതിലേക്ക് അപ്പുറത്താണ് ദൈവം. എന്നിട്ട് അതെല്ലാം ഉണ്ടാക്കിയത് ദൈവമല്ലേ? നേരത്തെ ഉണ്ടാക്കിയത് ഭൂമിയും മനുഷ്യനും, പിന്നെ ആകാശം ഉണ്ടാക്കിയെന്ന് പറയുന്നത് തന്നെ അല്ലല്ലോ. ആകാശം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്, എളുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ്. ഇനിയും എല്ലാം കണ്ടുപിടിച്ച് അതും ദൈവം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ദൈവത്തിനുള്ള ദൂരം ഇപ്പോൾ ഒരുപാട് ദൂരമാണ്. ശരിക്കും പറഞ്ഞാൽ പഴയ ആ ആൾ ഉണ്ടായിരുന്ന ഒരു 1000 വർഷം മുന്നേ ദൈവത്തിനോടുള്ള മനുഷ്യൻ്റെ ദൂരത്തെക്കാളും ഒരുപാട് ദൂരം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് നമ്മളൊക്കെ അറിയാതെ പോലും, അല്ലെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കാതെ പോലും ഈ ദൈവം ഇവിടെ നകരുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റിയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ദൈവം ഇല്ലെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിനകത്തുള്ള വ്യക്തികളും നമുക്കൊരു എന്താ പറയണ്ടേ, അത്ര വിശ്വസനീയമായിട്ട് തോന്നത്തില്ല. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗ്ഗം ഉണ്ടാക്കി, നരകം ഉണ്ടാക്കി, മണ്ണ് ഊതി മനുഷ്യനുണ്ടാക്കി എന്നൊക്കെ പറയുന്നത്. ഏതോ ഒരുത്തം പറഞ്ഞ കേട്ട് വെളിച്ചമാണ് ആദ്യം ഉണ്ടായത്, അത് കഴിഞ്ഞ സൂര്യൻ ഉണ്ടായത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള വാദങ്ങളൊക്കെ ആയിട്ട് വരുന്ന അച്ഛന്മാരും ഇത്തിരി മണ്ടന്മാരൊക്കെ പറയുന്നത് കേട്ട് ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് അന്തം വിടേണ്ട കാര്യമുണ്ടോ? ഒരു ടൈം ട്രാവലർ നമ്മൾ ഈ ഇവിടെ നിന്ന് പിടിച്ച് ഒരാളെ അവിടെ കൊണ്ട് നിർത്തുന്നു, അവിടെ നിന്ന് പിടിച്ച് ഒരാളെ ഇവിടെ കൊണ്ട് നിർത്തുന്നു. പിന്നെ നിന്നോട് അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനായ ആൾ അവിടുത്തെ പ്രീസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ ഈ പറഞ്ഞ പോലെ ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്ന ആളാണ് ബുദ്ധിമാൻ. അപ്പോൾ ആ ബുദ്ധിമാൻ പറയുകയാണ് ഇത് ആകാശം കണ്ടോ, ആകാശം ഇങ്ങനെ ഇരിക്കുക, അത് ഇടിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ് ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പുസ്തകവും അതേ ദൈവവുമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ബുക്കിൽ തന്നെ മൊത്തത്തിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ആ കാലഘട്ടത്തിലുള്ള മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് അത് പറ്റുന്നില്ല. അതാണ് എൻ്റെ കുഴപ്പം. അതിനിപ്പോൾ എന്തൊക്കെ കിടന്ന് വാദിച്ചാലും ഇവിടെ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ ഡിസ്കഷൻ നടത്തിയാലോ ഒന്നും അതൊന്നും ശരിയാവാതെ പോകും. അത് എത്രയും സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ബുക്ക് മാത്രം വായിക്കാതെ വേറെ പല പുസ്തകങ്ങളൊക്കെ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇനി ഇത് മാത്രം വായിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം പുസ്തകങ്ങളാണ്, എല്ലാ പുസ്തകങ്ങളും വായിക്കണം. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും അതിനകത്തൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. അടിച്ചേൽപ്പിക്കപ്പെടുന്നത് കൊണ്ട് ഇതും ബുക്ക് എടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കാമെന്നും നമ്മൾ അതൊക്കെ മാത്രമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഇനി അടുത്തൊരു തമാശ വരുന്നത്. ഈ യേശുക്രിസ്തു എന്ന് പറഞ്ഞ ആള് ഉയർത്തെഴുന്നേറ്റ് പോക്ക് പോയിട്ടുണ്ട്. അന്ന് പറയുന്നതനുസരിച്ച് ഇതിങ്ങനെ പോയി, എല്ലാം കാണാത്തടത്തുവരെ പോയി, ആകാശത്തിനപ്പുറം പോയി, അതായത് സ്വർഗത്തിലെത്തി അല്ലേ? സ്വർഗത്തിൽ ഇങ്ങനെ യേശു ഇങ്ങനെ ഇരിക്കുന്ന പല ആൾക്കാർ കഴിഞ്ഞിടയ്ക്ക് സ്വർഗത്തിൽ പോയിട്ട് രക്ഷിപ്പിച്ച് ഇതൊക്കെ ചെയ്താണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ യേശു എവിടെ വരെ പോയി കാണും? അല്ല, ഇത്രയും ദൂരമില്ലേ? നിങ്ങൾ പറയുന്ന ആ യേശു ഈ ആകാശത്തിന് അപ്പുറം ശരിക്കും പറഞ്ഞാൽ പോയിട്ടുള്ളൂ. ആ ഒരു കാലത്തിൽ അത്രേ പോയിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴാണ് ഇതിനപ്പുറം ഉണ്ട് 30 ഇതിനകത്ത് പിന്നെ ഈ കോടികളായ എല്ലാ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അല്ലാതെ ഇതിനൊന്നും ഇത്രയും ദൂരമില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം കണ്ടു കഴിയുമ്പോഴാണ് ദൂരവും ഈ ഭൂമിയുടെ വലിപ്പമൊക്കെ കാണിച്ചുകൊണ്ട് ഓരോ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ജീസസിന്റെ ശരീരം കൊണ്ട് ഇങ്ങനെ എവിടെ വരെ പോയി കാണും? അയ്യോ, അതുകൊണ്ടായിരിക്കും തിരിച്ചു വരാൻ പറ്റാത്ത. ഇപ്പോഴും അങ്ങനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞത് എനിക്കൊന്നും അങ്ങ് എത്തിക്കാണത്തില്ല. എത്തി ചിലപ്പോൾ ഇനി തിരിച്ചു വന്നാൽ സ്റ്റാർട്ട് ചെയ്തോ എന്തോ ആർക്കറിയാം. ഇനി മരണ സമയം എടുക്കും. അറിയാം. ഇപ്പോൾ തൽക്കാലം അതിനെ പറ്റി ആലോചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു.